ഹലോ മക്കൾസേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനാണ് ഞാനും മുഫീദ മിസ് ഇപ്പോൾ ഇരിക്കുന്നത്. അതേ മക്കളെ, നമ്മളിപ്പം 8ാം ക്ലാസ്സിൽ നിന്നും 9ാം ക്ലാസ് എത്തി കഴിഞ്ഞു. നമുക്കറിയാം ഓൾറെഡി 9ാം ക്ലാസ് എന്ന് പറയുമ്പോൾ അല്ലെ നമുക്കൊരു പേടിയുള്ള ക്ലാസ് ആണ്. കാരണം അടുത്ത വരാൻ പോകുന്നത് 10th ആണ്. അപ്പൊ എല്ലാവരും പറഞ്ഞിങ്ങനെ പേടിപ്പിക്കും, കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് മാത്രമല്ല, നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും കുറച്ചധികം വലിയ വലിയ കാര്യങ്ങളായിരുന്നു ഇത്രയും കാലം അല്ലെ. പക്ഷെ അതോടുകൂടെ വലിയൊരു ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ്. നമ്മളെ സിലബസ് മാറിക്കഴിഞ്ഞു. അപ്പം 9th എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ സിലബസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. അതെ മക്കളെ, ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സ്ഥിതിക്ക് എല്ലാവർക്കും ബുക്കൊക്കെ കയ്യിൽ കിട്ടി കാണും അല്ലേ? മുഫീദ മിസ് ബുക്ക് ഒന്ന് കാണിച്ചു കൊടുത്ത് അല്ലേ? അതെ, ബുക്കൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിലവിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫിസിക്സ് തുടങ്ങി ആ ഒരു ട്രാക്കിൽ കയറി 5ാമത്തെ, അതായത് സെക്കൻഡ് വോളിയത്തിലാണ് ഒരു റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നുള്ള ചാപ്റ്റർ പഠിക്കുന്നത്. പക്ഷെ 9ാം ക്ലാസ്സിനെ സംബന്ധിച്ച് വെച്ചാൽ ഫസ്റ്റ് ചാപ്റ്ററിന് എന്ത് ചെയ്തു? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നുള്ള ഭാഗമാണ് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആദ്യം തന്നെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു ചാപ്റ്ററിലൂടെ ഇങ്ങനെ പഠിച്ചു പോകാൻ കുട്ടികളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്കൊന്ന് അതേപോലത്തെ 2ാമത്തെ ചാപ്റ്ററിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ല തോന്നുന്നില്ല. വലിയ മാറ്റങ്ങളില്ല, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയും. ചലന സമവാക്യങ്ങൾ, ഒരുപാട് ഇക്വേഷൻസും അതുപോലെ തന്നെ അത് ഗ്രാഫിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ള വലിയൊരു ടാസ്കും നമുക്ക് ആ ചാപ്റ്ററിലുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളി ചാപ്റ്ററാണ്. പക്ഷെ ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഇല്ലെങ്കിൽ നമുക്കത് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതുമല്ല മിസ്, അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പ്രോബ്ലംസ് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് ഇക്വേഷനൊക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലം. കുട്ടികൾക്ക് ഫിസിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിനകത്ത് പ്രോബ്ലം കാണുമ്പോൾ ഒരു മാത്സ് പോലെയാണ്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അതിന്റെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ. കാരണം ഗ്രാഫ് വരുന്നുണ്ട്, പ്രോബ്ലംസ് വരുന്നുണ്ട്, ഒരുപാട് ഇക്വേഷൻസ് വരുന്നുണ്ട്. അപ്പൊ ആ ഇക്വേഷൻസ് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഗ്രാഫിലോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഉള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ 2ാമത്തെ. അതെ അതെ, അതേപോലെ തന്നെ മിസ് 3ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ, ചലനവും ചലന നിയമങ്ങളും എന്നുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു. പക്ഷെ അത് ഇപ്രാവശ്യം എന്ത് ചെയ്തു? അതിനകത്തുള്ള മോഷൻ എന്നുള്ള ഏരിയ കട്ട് ചെയ്ത് കളഞ്ഞു. പകരം അതിനകത്ത് ലോസ് ഓഫ് മോഷൻ. നമ്മൾ ഫിസിക്സ് പഠിക്കുമ്പോഴേ ചെറുപ്പ ക്ലാസ്സിലേക്ക് കേൾക്കുന്ന കാര്യമാണ് അല്ലേ? ന്യൂട്ടൺ, ആപ്പിൾ താഴത്തേക്ക് വീഴുന്നു. അപ്പൊ അങ്ങനെ ന്യൂട്ടന്റെ ഒരു 3 ചലന നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ലോസ് ഓഫ് മോഷൻ 3rd ചാപ്റ്റർ എന്ന് പറയുന്നത്. പക്ഷേ അത് കരുതി അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഒരുപാട് തിയറിയും കാര്യങ്ങളും ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ പഠിക്കുന്ന ഒരു വലിയൊരു ചാപ്റ്റർ ആയിട്ടാണ്. പക്ഷേ മറ്റ് ചാപ്റ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് ഇതൊരു ഈസി ആയിട്ട് തോന്നിയിരിക്കും. അതെ അതെ, ശരിയാണ്. അങ്ങനെ അതോടൊപ്പം തന്നെ നമ്മൾ ഫസ്റ്റ് വോളിയത്തിനകത്ത് 4 ചാപ്റ്റർ ആണ് വരുന്നത്. ആ 4 ചാപ്റ്ററിൽ 4ാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു? വളരെ ഇഷ്ടപ്പെട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണം എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് നമ്മുടെ റിയൽ ലൈഫിൽ വരുന്ന ഒരുപാട് ഡൗട്ടുകൾക്കൊക്കെ ആൻസർ കിട്ടുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഗ്രാവിറ്റേഷൻ. അടിപൊളി ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ചാപ്റ്റർ എന്ന് പറയാം അല്ലേ? അതെ അതെ അതെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു വോളിയത്തിൽ ഇങ്ങനെ 4 ചാപ്റ്ററുകളാണ് നമുക്ക് മക്കളെ പഠിക്കാനുള്ളത്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് 9ാം ക്ലാസ്സിൽ വരുന്നത്. ഇനി അടുത്തൊരു പ്രത്യേകത നിങ്ങൾ 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴും അവിടെയും ടെക്സ്റ്റ് ബുക്ക് മാറാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു 9ാം ക്ലാസ്സിന്റെ ബേസ് ഇല്ലാത്ത ഒരു മക്കൾസിന് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, 10ാം ക്ലാസ്സിൽ നല്ല ഹൈ പെർഫോമൻസ് ചെയ്യാൻ കഴിയില്ല. അതെ, അതുകൊണ്ട് തന്നെ മക്കളെ, നമുക്ക് ഇനി ഇവിടെയുള്ള കാര്യങ്ങൾ നമ്മൾ 9ാം ക്ലാസ്സിൽ നല്ല വൃത്തിയായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോഴത്തെ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ മാറ്റങ്ങളൊക്കെ അല്ലേ മിസ്സേ? അതെ, നിങ്ങൾ പറഞ്ഞ് ടെൻഷൻ ആക്കുകയല്ല കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഒരു സ്റ്റേജിലൂടെ നമ്മൾ പോകണം എന്ന് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നു എന്ന് മാത്രം. പക്ഷെ നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞങ്ങളെല്ലാവരും നിങ്ങളെ കറക്റ്റായ രീതിയിൽ ഗൈഡ് ചെയ്യാൻ എവിടെയുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ ബാച്ച് തന്നെ. അതെ, നമ്മുടെ സൈലത്തിന്റെ നിഞ്ച ബാച്ച് 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വളരെ സന്തോഷത്തോടെ, പേടി കൂടാതെ, മടി കൂടാതെ പഠിക്കാൻ പറ്റുന്ന ഒരു ബാച്ചാണ് നമ്മളെ നിഞ്ച ബാച്ച്. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ ആഴ്ചയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിക് ലൈവുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും എന്നൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം.